കട്ടപ്പന നഗരത്തിനുള്ളിലൂടെ ഒഴുകുന്ന കൈത്തോടുകളിലേക്കും ഓടകളിലേക്കും മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കും വീടുകൾക്കുമെതിരെ നടപടി ആരംഭിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഹോസുകൾ വഴിയും ചാലുകൾ തീർത്തുമാണ് മലിനജലം ഒഴുക്കുന്നത്. ഇത് കട്ടപ്പനയാർ പൂർണ്ണമായി മലിനപ്പെടുന്നതിനും കാരണമായിരുന്നു. HCN ഇത് അധികാരികളിലേക്ക് എത്തിച്ചതിനെ തുടർന്നാണ് 6 വീടുകൾക്കും 12 സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകിയത്. കട്ടപ്പന നഗരത്തിനുള്ളിലൂടെയുള്ള നിരവധി കൈത്തോടുകളിലും ഓടകളിലുമാണ് മലിനജലം ഒഴുകിയിരുന്നത്. പല സ്ഥാപനങ്ങളും വീടുകളുമാണ് ഹോസ്, ചാല എന്നിവയിലൂടെ കൈത്തോടുകളിലേക്ക് മലിനജലം ഒഴുക്കിയിരുന്നത്. ഇത് കട്ടപ്പനയാർ മലിനമാകുന്നതിലേക്ക് നയിച്ചു. നഗരത്തിനുള്ളിലൂടെ ഒഴുകുന്ന കൈത്തോട് മലിനമസമായി ദുർഗന്ധം വമിക്കുന്നതിലേക്കെത്തി. ഇതൊഴുകി നിരവധി കുടിവെള്ള സ്രോതസ്സുകളുള്ള കട്ടപ്പനയാറിലേക്ക് എത്തിയതോടെ ആറും പൂർണ്ണമായി മലിനമായി തീർന്നു. ഇത് HCN വാർത്തയിലൂടെ അധികാരികളിലേക്കെത്തി. തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. ആദ്യ പരിശോധനയിൽ 12 സ്ഥാപനങ്ങളും 6 വീടുകളും ക്രമക്കേട് നടത്തുന്നതായി വ്യക്തമായി. തുടർന്ന് നോട്ടീസ് നൽകി. 15 ദിവസത്തിനകം മാലിന്യം ഒഴുക്കുന്ന ഹോസുകൾ അടയ്ക്കുകയും ശുചീകരണ സംവിധാനം ഒരുക്കണമെന്നും അറിയിച്ചു. എന്നാൽ നടപടി സ്വീകരിക്കാത്ത കെട്ടിടങ്ങളിലെ മാലിന്യം ഒഴുകുന്ന ഹോസുകൾ നഗരസഭ അടയ്ക്കുകയും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും സ്ലാബിട്ട് മൂടിയിരിക്കുന്നത് പോലെ ഇനിയും ഉണ്ട് ഇത്തരം പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് അത് സ്വയം എടുത്തു മാറ്റി കോമ്പൗണ്ടിനുള്ളിൽ സോർഫിറ്റ് പോലെയുള്ള ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ STP പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ആ ട്രീറ്റ് ചെയ്ത വെള്ളം നമുക്ക് ഓടയിലേക്ക് വിടുന്നതിൽ നമുക്ക് തടസ്സമില്ല. ട്രീറ്റ് ചെയ്യാതെ ഈ ഓടയിലേക്ക് വെള്ളം ഒഴുക്ക് വഴി വളരെ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാണ്. അതുകൊണ്ട് നഗരസഭ ഈ കാര്യത്തിൽ മുൻകൈ എടുത്ത് മുൻകൂർ ആരോഗ്യ വിഭാഗത്തിൽ ഇനിയും പരിശോധന നടത്തി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 17 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ സ്വയം സോർഫിറ്റ് നിർമ്മിച്ച് പൈപ്പ് എടുത്തു മാറ്റുകയും ശാസ്ത്രീയ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെ ചെയ്യാതെ നോട്ടീസ് നിർദ്ദേശം പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഈ ഔട്ട്ലെറ്റുകൾ അടയ്ക്കാതെ നിവൃത്തിയില്ല. നമ്മളപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അത് അടയ്ക്കുന്നതിന് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ശുദ്ധജലം നമ്മുടെ പുഴയിലേക്കാണ് ഈ വെള്ളം പലപ്പോഴും ഒഴുകി എത്തുന്നത്. അപ്പോൾ ആ ജലം മലിനപ്പെടാതിരിക്കാൻ എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. അത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിനൊപ്പം നമുക്ക് നാട്ടിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തമുണ്ട്, സ്ഥാപന അധികാരികൾക്ക് വേണ്ടി ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. 5000 മുതൽ 50,000 രൂപ വരെയാണ് ഇത്തരത്തിൽ ക്രമക്കേട് കാണിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നത്. എന്നാൽ പല സ്ഥാപനങ്ങളും മാലിന്യം ഒഴുക്കുന്ന ഹോസുകൾ, സ്ലാബുകൾ മറ്റും ഉപയോഗിച്ച് മറവ് ചെയ്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടത്തി ഇവ കണ്ടെത്തും. നിലവിൽ നഗരത്തിനുള്ളിലൂടെ മാലിന്യവാഹിനിയായി ഒഴുകുന്ന കൈത്തോടുകൾ നഗരസഭ ആരോഗ്യ വിഭാഗം ശുചീകരിക്കുകയും ചെയ്തു.